നാളെ 2 പാക്കറ്റ് കൂടെ എക്സ്ട്രാ വേണം കേട്ടോ. ശരി. പേപ്പർ. എന്താ ഇത് രാവിലെ ബഹളം? അത് സാറേ പേപ്പർ കണ്ണട. ആ കമാൺ എല്ലാരും എണീറ്റ് പല്ല് വെച്ചേ. ചെല് വേഗം. അച്ഛാ അച്ഛൻ ഇന്നലെ പ്രോമിസ് ചെയ്തില്ലേ ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി പറയാന്ന്? കഥ. കഥ. അതായത് ഈ രാത്രി വേണ്ട വേണ്ട വേണ്ട. ഇവിടുത്തെ ഒരു കഥ പറച്ചില് പ്രേതവും പിശാചും കുട്ടികളെ പേടിപ്പിക്കാൻ. ഇവറ്റ എല്ലാം ഈ മുറിക്കകത്ത് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നത്. ഈ ആകാശത്ത് കൂടി ഇങ്ങനെ സാറെന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. എണീറ്റ് പോയി പല്ല് വെച്ചാട്ടെ. കമാ. അയ്യേ ഇതെന്താ ഇത്? ഇതാരായി കാണിച്ചത്? ഞാനല്ല ബിന്ദു. ഞാനല്ല ചന്തു. നീയാണോ? ഞാനല്ല. പിന്നാരാ? മൂത്ര കോളാമ്പി. ആ ചെല്ലു ചെല്ലു. വേഗം പോയി പല്ല് വെച്ചേ. വേഗം ബ്രഷ് ചെയ്തപ്പോ. ഈ ചായ ഒന്ന് കുടിച്ചേ. നോക്കൂ ഈ ചായ ഒന്ന് കുടിച്ചേ പ്ലീസ്. നല്ല കുട്ടി. വാ മോനെ വാ. പല്ല് തേച്ച് കുളിച്ച് യൂണിഫോം ഒക്കെ ഇട്ട് ചെല്ലു. ബാത്റൂമിൽ ആളുണ്ടോ? ഉണ്ട്. ഉടനെ ഇറങ്ങൂ. അകത്ത് ആളുണ്ടോ? ഇനി ഞാൻ പോട്ടെ. അടുത്തന്നെ അടുത്തന്നെ. കുട്ടികൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാതെ എനിക്ക് ചായ തരരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? എല്ലാ ബാത്റൂമിലും കയറി ഇരിക്കുക. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? അയ്യോ അയ്യോ. അല്ല ഇതാരേത്? എന്റെ പൈൽവാനെ നമുക്ക് എണ്ണയൊക്കെ തേച്ച് മസിൽസ് ഒക്കെ ശരിയാക്കി വൃത്തിയായിട്ട് സ്കൂളിൽ പോണ്ടേ? ഇഡ്ലി ദോശ. ഇഡ്ലി ദോശ. എന്താ ഞാൻ ഉറങ്ങിപ്പോയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഡ്ഡലിയും ദോശയല്ലേ വേണ്ട? ബ്രെഡ് വേണ്ടല്ലോ? വേണ്ട. എന്നാ ആരും കഴിക്കണ്ട. അയ്യോ ഇന്നത്തെ കാര്യമില്ല. നാളെ മുതൽ ഈ മെനു ഒന്ന് മാറ്റിയാക്കൊള്ളാം ഒരു റിക്വസ്റ്റ് ഉണ്ട്. അല്ലേ? പറ്റില്ല. ശനി ഞാനും ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. എന്നും ഇങ്ങനെ ആട്ടി അരച്ച് ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് ഒക്കില്ല. വേണ്ട, നമുക്ക് ബ്രെഡ് മതി. ബ്രെഡ് നല്ല ടേസ്റ്റാ. അയ്യോ കഴിച്ചോ കഴിച്ചോ. ആ ജാമും എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിച്ചോളൂ. പിന്നെ ഇത് കണ്ടോ? ഈ പത്രം വായിച്ചോ? പിന്നെ പിന്നെ എനിക്കിവിടെ വായിച്ച് രസിക്കാനല്ലേ നേരം. അതാ കേട്ടോ, ഷേക്സ്പിയർ നാടകങ്ങൾക്ക് ഒരനുബന്ധം. പ്രൊഫസർ കൃഷ്ണപിള്ളയുടെ ഒരു മികച്ച കൃതി സാഹിത്യ വിമർശനത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതാ. ലളിതമായ ഭാഷയിൽ മനസ്സിന്റെ ദുരൂഹതകളും സങ്കീർണതകളും പഠനവിധേയമാക്കുന്ന ഈ ഗ്രന്ഥം സാമാന്യ വായനക്കാർക്കും സാഹിത്യ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഷേക്സ്പിയർ കൃതികളിൽ
പുതിയ ഉൾക്കാഴ്ച നൽകുന്നു. മനസ്സിലായോ? വെറുതെ ഒന്നും അല്ലല്ലോ നാട്ടുകാരൊക്കെ വിളിക്കുന്നത്. മക്കളോട് ടീച്ചർമാർ വരെ ചോദിച്ചു. എന്തോന്ന്? ഷേക്സ്പിയർ കൃഷ്ണപിള്ളയുടെ മകളാണോ? ആണോ? അതെ എന്നോട് ടീച്ചർ ചോദിച്ചു. റിയലി? ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ചിരിക്കുന്നു. നാണമില്ലല്ലോ. എന്തോ നാണിക്കാൻ? എന്റെ അറിവിന് ലഭിച്ച അംഗീകാരമാണത്. ഷേക്സ്പിയർ കൃഷ്ണപിള്ള. മൈ വൈഫ്, മൈ ചിൽഡ്രൻ. ഐ ആം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ് നെയിം. അയ്യേ, ഷേക്സ്പിയർ തന്നെയാണ് കേട്ടോ. മിസ്റ്റർ കൃഷ്ണപിള്ള, ഇവിടെ വരൂ. അത് ഈ കാറിന്റെ ഹോൺ സ്റ്റക്കായി പോയതാ. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഈ ശബ്ദവും ബഹളവും ഒന്നും കേട്ടുകൂടുന്നു? അതായത് ഈ കാറിന്റെ ഈ ഹോൺ ഉണ്ടല്ലോ, അത് അത് സ്റ്റക്കായി പോയി. അത് നിങ്ങൾക്കൊരു കാറുണ്ടെന്ന് കരുതി അയൽവക്കത്തുള്ളവരാരും സ്വസ്ഥമായി ജീവിക്കണ്ടേ? പ്ലീസ്, മനുഷ്യനെ ഉപദ്രവിക്കരുത്. മനസ്സിലായോ? ആ സ്ത്രീ എന്താ ധരിച്ചിരിക്കുന്നത്? ഇതൊരു സിറ്റി അല്ലേ? ആളും വാഹനമൊക്കെ ആകുമ്പോ കുറെ ശബ്ദമൊക്കെ ഉണ്ടായെന്ന് വരും. അത് കേട്ടുകൂടങ്ങനെ ചെവിയിൽ പഞ്ഞയും തിരികെ വെച്ചോണ്ടിരിക്കണം. അടുത്ത വീട്ടുകാർക്ക് റേഡിയോ വെച്ചുകൂടാ, പട്ടി വളർത്തിക്കൂടാ, ഒന്ന് ഉറക്കെ തുമ്മിക്കൂടാ എന്നൊക്കെ പറയാൻ ഇവരാരാ? ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്? അവരോട് പറയേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇന്ദിരാ തമ്പിയുടെ സ്വഭാവം അറിഞ്ഞൂടെ? അറിയാഞ്ഞിട്ടല്ല, പറഞ്ഞാൽ അധികമാകുന്നു കരുതിയ. പതുക്കെ പതുക്കെ. അയ്യേ, ഷർട്ട്. താങ്ക് യു. ടാറ്റാ. At this point, Cinna comes forward, kneels before Caesar, and pleads for Metellus. Caesar doesn't concede. Brutus, Cassius, and others come crowding around Caesar's feet, while Casca poises himself from behind for the first blow against Caesar. Cinna and Decius also kneel. As Caesar persists in his inflexibility, they cling to the hem of his garment and pull him down so that he cannot escape. And Casca stabs him from behind with the words, "Speak hands for me." In sheer shock, Caesar turns to catch his assailant, when Cassius, Cinna, Decius, Metellus, Trebonius, Ligurius, all, one after another, stab him. Last comes the most unkindest cut of all, from Brutus, Caesar's angel. Brutus's ingratitude, the worst of his kind in human history, quite vanquished him, and wailing in deep despair, "Yet you, Brute," then falls Caesar. ഇതെന്താ മീനാക്ഷി ഇത്ര താമസിച്ചത്? നിങ്ങളുടെ വാച്ച് കുറെ മുന്നോട്ടാണെന്നാ തോന്നുന്നത്. എന്റെ വാച്ചിൽ 11 ആയിട്ടുള്ളു. മിനിഞ്ഞാന്നേ വക്കീലിന്റെ വീട്ടിൽ കള്ളം കടന്നെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ കേക്കണത് വേറെയാ.
വക്കീലിന്റെ ഭാര്യയുടെ ഒരു ഇഷ്ടക്കാരനാ ആള്. ഇരുട്ടത്തെ മുറി മാറി കയറിയതാണത്രേ. വേഗം ആട്ടെ. അല്ലെങ്കിൽ അവിടെ കേട്ടത് ഇവിടെ പറയും, ഇവിടെ കേട്ടത് അവിടെ പറയുകയും ചെയ്യുന്ന സ്വഭാവം എനിക്കില്ലാന്നറിയാലോ. എന്നാലും ആ സ്ത്രീയുടെ സ്വഭാവം മഹാ ചീത്തയാ. ഒരു ദിവസേ അവിടെ നിൽക്കുന്ന കറവക്കാരനുമായി ആയമ്മ കെട്ടി പറയുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ ഇതൊക്കെ ഒന്ന് വേഗം അലക്കിയെടുക്ക്. ഓ, എന്റെ വയറ് കത്തി കാണണം. സമയത്തിനും നേരത്തിനും വല്ലതും കഴിച്ചില്ലെങ്കിലേ എനിക്ക് അങ്ങനെയാ. എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചാട്ടെ. ആ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. എല്ലാം ഞാൻ കഴുകി. വളരെ നന്നായി. എനിക്കത് തീരെ വയ്യ. വയറ്റിന് അസുഖം. ഒന്നും തിന്നൂടാ. അപ്പൊ പതുക്കെ കഴിച്ചാ മതി. തൈരുണ്ടോ ഇത്തിരി എടുക്കാൻ? ഒരു പച്ചമുളകും കൂടെ. മീനാക്ഷി, മണി 12 ആയല്ലോ. ഇനി എപ്പോഴാ ഇങ്ങോട്ട്? തീർന്നു, ഇപ്പൊ വന്നേക്കാം. അതെങ്ങനെയാ? നീ ഇതൊന്നും അലക്കി തരാതെ പോവുക? ഇല്ലെങ്കിൽ അയമ സ്വൈര്യം തരില്ലെന്നേ. ഞാനൊന്നും പറയാത്തോണ്ടായിരിക്കും നീ ഇങ്ങനെ തോന്നുന്ന പോലെ വന്ന് പോന്നല്ലേ. ഇതൊന്ന് തീർത്തിട്ടേ പോകൂ. നിങ്ങളൊന്ന് കൂടി തന്നാ മതി. അവിടുത്തെ സ്വഭാവം അറിയാലോ. ഇതൊന്ന് സോപ്പിട്ടേരി. ഇതേതാ കുട്ടി? ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെ താമസിക്കാൻ. ആയമ്മന്റെ ആങ്ങളുടെ മോളാ. യാത്രയൊക്കെ സുഖമായിരുന്നോ? വരൂ. ശബ്ദം. അതൊക്കെ ഒരു ഓട്ടം. എന്താ പിള്ളേരത്? എന്താ ഇത്ര നേരത്തെ? ഇന്ന് സമരമാ, സ്കൂളില്ല, നേരത്തെ വിട്ടു. ആഹാ, മണിക്കുട്ടാ, എന്താ ഇത്? നന്നായി പഠിച്ചോ? ഒറ്റൊന്ന് കുറയ്ക്ക്. പതുക്കെ. ഇതിന്റെ അടപ്പെന്തേ? അവൻ വഴക്കൂടി പൊട്ടിച്ചതാ. ആഹാ, അതല്ല, അവൻ വഴക്കൂടിയതാ. നീ വഴക്കൂടിയോ? ഇല്ല, അവൻ നുണ പറയാ. എന്ത് ചോദിച്ചാലും ഒരു കള്ള. ഇവിടെ വാ, ഇതെല്ലാം എടുത്തോണ്ട് പോ. സാറേ, ഇവിടെ വാ, നിനക്ക് സ്പെഷ്യലായിട്ട് പറയണം. എന്ത് ഇവിടുന്ന് ഒരു വഴക്കാളിയേ. ഞാൻ തരാം. മറക്ക് ഒറ്റ എടുത്ത് മറക്ക്. ഞാൻ എടുത്ത് തരും. മതി. അവന് കൊടുക്കട്ടെ. നടക്ക്. അല്ലേ വരുന്നത്?
മതി മതി. ശരി നിങ്ങളെല്ലാം അവിടെ പോയിരുന്ന് പഠിക്കും. ദാ, ദാ, ദാ. ഓ ദാ. ഓ ഭാര്യേ, നാളെ രാവിലെ ഒരു ചെക്ക് തന്നേക്കണം. ഞാൻ മറന്നുപോയാലും താ ഓർമ്മിച്ചോണം. എന്തിന്? ഈ പുസ്തകത്തിനൊന്നും വില കൊടുത്തിട്ടില്ലെന്നേ, ഒക്കെ കടമായിട്ട് പഠിച്ചതാ. ആ ഉള്ള കാശെല്ലാം അങ്ങനെ പുസ്തകം വാങ്ങിച്ച് തീർത്തോളൂ. നമുക്ക് 2-3 പെൺകുട്ടികളുണ്ടേ. അവർക്ക് വേണ്ടിയല്ലേ ഞാനിതൊക്കെ മേടിക്കുന്നത്. വായിച്ച് പഠിക്കട്ടെ. ബുദ്ധിയില്ലാത്ത ഒരുത്തിയെ എന്നെ പോലെ ഒരു ചെറുപ്പക്കാരനും ഇക്കാലത്ത് കല്യാണം കഴിക്കാൻ വരില്ല. വിദ്യാധനം സർവധനാൽ. മതി 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 മതി, എനിക്കിപ്പോ ഒന്നും കേക്കണ്ട. ഈ ആദർശം പറയുന്ന ആളെ എണ്ണി വാങ്ങിച്ചത് എത്രയാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ? ഞാനോ? ഞാനൊന്നും മേടിച്ചിട്ടില്ല.